പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഷെഫ് പിള്ളയുടെ കടയിൽ നിന്നും ഒരു ഫിഷ് നിർവ്വാണ കഴിക്കണമെന്നുള്ളത് വളരെ നാളായുള്ള ആഗ്രഹമായിരുന്നു. എന്നാൽ ഇതുവരെ സാധിക്കാഞ്ഞതിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നെനിക്ക് നല്ല ഫ്രഷായ മീനുകൾ ലഭ്യമായിട്ടുണ്ട്. അവയെ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അത് വലിയ മീനായതുകൊണ്ട് വറുത്ത് പൂർണ്ണമായും വെന്ത് വരാൻ അല്പസമയമെടുക്കും. വേണമെങ്കിൽ നമുക്കും അല്പം റെസ്റ്റ് എടുക്കാം. ഈ ചട്ടിയുടെ പ്രത്യേകത, ഇത് ഞാൻ തെള്ളിയൂർക്കാവിൽ നിന്ന് ഇത്തവണ വാങ്ങിയതാണ്. വളരെ നല്ല ചട്ടിയാണിത്. ഇതാ നന്നായി മൊരിഞ്ഞ മീൻ റെഡിയായിട്ടുണ്ട്. ഇതൊരു വാഴയിലേക്ക് മാറ്റുക. വാഴയിലേക്കല്ല കേട്ടോ, വാഴ ഇലയിലേക്ക് മാറ്റുക. അതിനുശേഷം ചട്ടി അടുപ്പിൽ വെച്ച് തീയ സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം ഈ മീൻ ഒരു വാഴയിലയിൽ വച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നന്നായി കുറുകിയ തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ കുറുകിയതാവും തോറും നിർവ്വാണയുടെ രുചി വളരെ അധികം കൂടും. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, പച്ചമാങ്ങ, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കുക. മാങ്ങ അല്പം പുളിക്ക് വേണ്ടിയെന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും എനിക്കിന്ന് നല്ല മാങ്ങയാണ് കിട്ടിയത്. അത് നന്നായി അതിലേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാം. പിന്നീട് നമ്മുടെ കരിവേപ്പില ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. നന്നായി കറിവേപ്പില ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമില്ല എങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ തേങ്ങാപ്പാലിൽ ഈ കുരുമുളക് പൊടി വേവുന്നത് ഒരു പ്രത്യേകതരം, വെന്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേകതരം സ്വാദാണ്. അതുകൊണ്ട് ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനിയും ഒരു വാഴയില ഉപയോഗിച്ച് നന്നായി മൂടി വയ്ക്കുക. ചെറിയ തീ ആയിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം നമുക്കൊരല്പം ഇംഗ്ലീഷ് പഠിച്ചാലോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇഡിയമാറ്റിക് ഫ്രേസാണ്. അതായത് ദ ബിഗ് ഫിഷ് എന്നുള്ള ഒരു ചെറിയ ഫ്രേസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ബിഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവനാളൊരു സംഭവമാണ്, ഒരു പുലിയാണ് എന്നൊക്കെയാണ്. ഹീ ഈസ് എ ബിഗ് ഫിഷ് ഇൻ ദ ബിസിനസ് വേൾഡ് എന്ന് നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മുടെ കൂട്ടത്തിലെ പുലി ആരാണെന്ന് നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്യാമോ? ഇതാ റെഡിയായി വന്ന നിർവ്വാണ രുചിച്ച് നോക്കുന്നത് ഇന്ന് അമ്മുവാണ്. അമ്മുവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ ചേർത്തുള്ള കറികൾ അമ്മുവിന് ഇഷ്ടമാണ്.